Next we are moving to the potassium chloride. Sodium chloride ne പറ്റി നമ്മൾ ഓൾറെഡി പറഞ്ഞു കഴിഞ്ഞു. അപ്പം നെക്സ്റ്റ് നമ്മൾ പൊട്ടാസ്യം ക്ലോറൈഡിൻ്റെ അയോൺസ് ലെവലിലോട്ടാണ് നമ്മൾ പോകാൻ പോകുന്നത്. പൊട്ടാസ്യം ക്ലോറൈഡിൻ്റെ തന്നെ അതിലോട്ടാണ് നമ്മൾ we are moving to the potassium chloride ions. പൊട്ടാസ്യം റീപ്ലേസ്മെൻറ്റ് തെറാപ്പിക്ക് യൂസ് ചെയ്യുന്നതാണ് പൊട്ടാസ്യം ക്ലോറൈഡ്. അതിൻ്റെ മോളിക്കുലാർ ഫോർമുല എന്ന് പറയുന്നത് KCl ആണ്. മറ്റേ NaCl മോളിക്കുലാർ വെയിറ്റ് അതിൻ്റെ ഒന്നും ആവശ്യമില്ല. വൈറ്റ് കളർ തന്നെയാണ്, ക്രിസ്റ്റൽസ് ആണ്, വാട്ടറിൽ സോല്യൂബിൾ ആണ്. ആൽക്കഹോളിന് മറ്റേനെ പോലെ തന്നെ സോഡിയം ക്ലോറൈഡിനെ പോലെ തന്നെ ഇൻസോല്യൂബിൾ ഇൻ ആൽക്കഹോൾ. പ്രിപ്പറേഷൻ പൊട്ടാസ്യം ക്ലോറൈഡിൻ്റെ പ്രിപ്പറേഷൻ എങ്ങനെയാണ്? പ്രിപ്പറേഷൻ ഇമ്പോർട്ടൻ്റ് ആണ്. ഇറ്റ് ക്യാൻ ബി കോമൺലി ഒബ്റ്റെയിൻ ബൈ മൈനിങ് ബൈ എന്ന് വെച്ചാൽ കുഴിക്കുക. മൈനിങ് എന്ന് പറഞ്ഞാൽ കുഴിക്കുന്ന ആ ഒരു പ്രോസസ്സാണ്. മിനറൽസ് ഇതിൻ്റെ എക്സ്ട്രാക്ഷൻ നടത്തുന്നു. ഇറ്റ് ഈസ് ആൾസോ എക്സ്ട്രാക്റ്റഡ് ഫ്രം ബ്രൈൻ സൊല്യൂഷൻ. അതെങ്ങനെയാണ് പൊട്ടാസ്യം ക്ലോറൈഡ് പ്രിപ്പയർ ചെയ്യുന്നത്? KCl ഇവിടെ ബ്രേക്ക് ചെയ്യുന്നു, KOH പ്ലസ് HCl വെച്ച് ഇൻഡസ്ട്രിയിൽ KClഉം വാട്ടറും കിട്ടുന്നുണ്ട്. ഇറ്റ് ഈസ് എക്സ്ട്രാക്റ്റഡ് ഫ്രം ബ്രൈൻ. ബ്രൈൻ എന്ന് വെച്ചാൽ സോഡിയം ക്ലോറൈഡിൻ്റെ സോൾട്ട് വാട്ടറിൻ്റെ കോൺസെൻട്രേറ്റഡ് സൊല്യൂഷനാണ് ബ്രൈൻ സൊല്യൂഷൻ എന്ന് പറഞ്ഞാൽ. എക്സ്ട്രാക്റ്റഡ് ഫ്രം ബ്രൈൻ സൊല്യൂഷൻ. ലബോറട്ടറിയിൽ പൊട്ടാസ്യം ഹൈഡ്രോക്സൈഡും HClഉം വെച്ച് റിയാക്ട് ചെയ്തിട്ടാണ് പൊട്ടാസ്യം ക്ലോറൈഡ് പ്രിപ്പയർ ചെയ്യുന്നത്. പ്രോപ്പർട്ടീസ് അതിൻ്റെ ഫിസിക്കൽ പ്രോപ്പർട്ടീസും കെമിക്കൽ പ്രോപ്പർട്ടീസും. ഫിസിക്കൽ പ്രോപ്പർട്ടീസ് എന്ന് പറഞ്ഞാൽ വൈറ്റ് ക്രിസ്റ്റലൈൻ പൗഡർ, ഓർഡർലെസ്, സലൈൻ ടേസ്റ്റ് ആണ്. സോഡിയം ക്ലോറൈഡ് സോലുബിൾ ഇൻ വാട്ടർ, ഇൻസോലുബിൾ ഇൻ ആൽക്കഹോൾ. കെമിക്കൽ പ്രോപ്പർട്ടീസ് എന്ന് പറയുന്നത് പൊട്ടാസ്യം ക്ലോറൈഡ് മെറ്റാലിക് സോഡിയവും ആയിട്ട് റിയാക്ട് ചെയ്തിട്ട് മെറ്റാലിക് പൊട്ടാസ്യം പ്രൊഡ്യൂസ് ചെയ്യുന്നു. സോഡിയം മെറ്റലുമായിട്ട് പൊട്ടാസ്യം ക്ലോറൈഡ് റിയാക്ട് ചെയ്തിട്ട് മെറ്റൽ പൊട്ടാസ്യം റിലീസ് ചെയ്യുന്നു. സ്റ്റോറേജ് മറ്റേ സോഡിയം ക്ലോറൈഡിനെ പോലെ തന്നെ വാട്ടറിനെ അബ്സോർബ് ചെയ്യുന്നു. ഹൈഗ്രോസ്കോപ്പിക് എന്ന് പറഞ്ഞാൽ ദ കോമ്പൗണ്ട് വിച്ച് അബ്സോർബ്സ് വാട്ടർ ഫ്രം ദ മോയ്സ്ചർ. ഹൈഗ്രോസ്കോപ്പിക്, സോ സ്റ്റോർഡ് ഇൻ ടൈറ്റ്ലി ക്ലോസ്ഡ് കണ്ടെയ്നർ. ഇറ്റ് ഈസ് ആൻ ഇലക്ട്രോലൈറ്റ് റീപ്ലെനിഷർ. ഞാൻ പറഞ്ഞു ആ ഒരു വാക്ക് എപ്പോഴും ഓർത്തു വെക്കണം എന്നുള്ളത്. Then uses electrolyte replenisher, pH buffer maintenance, various fertilizers, explosive ഒക്കെ പ്രിപ്പറേഷൻസ്. ഹൈപ്പോകലീമിയ നമ്മൾ ഓൾറെഡി പറഞ്ഞു. സോ പൊട്ടാസ്യത്തിൻ്റെ ലെവല് ബോഡിയിൽ കുറയുന്ന കണ്ടീഷൻ ഹൈപ്പോകലീമിയ. പൊട്ടാസ്യം ഡെഫിഷ്യൻസി ഡിസോർഡർ. ഡിജിറ്റാലിസ് പോയിസണിങ്ങിന് ട്രീറ്റ്മെൻറ്റ്. മയസ്തീനിയ ഗ്രാവിസ് എന്ന് പറയുന്ന അനദർ ഒരു ഡിസീസാണ്, അതിൻ്റെ ട്രീറ്റ്മെൻറ്റ്. അപ്പോൾ ഇതിന് 4-4 ഓർത്ത് വെച്ചേക്കാം. സോഡിയത്തിനെ പോലെ തന്നെ ഇതിൻ്റെ അസയൊന്നും പഠിക്കാനില്ല നിങ്ങൾക്ക്. സോഡിയത്തിനെ പോലെ തന്നെ പൊട്ടാസ്യത്തിൻ്റെ ഒഫീഷ്യൽ പ്രിപ്പറേഷൻ ഉണ്ട്, പക്ഷെ സോഡിയമാണ് വളരെയധികം ഇമ്പോർട്ടൻറ്റ്. പൊട്ടാസ്യം ക്ലോറൈഡ് ഗ്ലൂക്കോസ് IV ഇഞ്ചെക്ഷൻ, അത് ഡെക്സ്ട്രോസ് ഇഞ്ചെക്ഷൻ, പൊട്ടാസ്യം ക്ലോറൈഡ്, സോഡിയം ക്ലോറൈഡ്. പിന്നെ നമ്മളുടെ റിങ്ങേഴ്സിനകത്ത് പൊട്ടാസ്യം ക്ലോറൈഡ് ഉണ്ടല്ലോ, നമ്മൾ ഓൾറെഡി പറഞ്ഞില്ലേ. അത് ഇത്രയാണ് പൊട്ടാസ്യം ക്ലോറൈഡ് പറയുന്നത്. പിന്നെ അത്രയേ ഉള്ളൂ പൊട്ടാസ്യം ക്ലോറൈഡ് പഠിക്കാനുള്ള. ഇമ്പോർട്ടൻറ്റ് സോഡിയം ക്ലോറൈഡ് തന്നെയാണ്. ദെൻ കാൽസ്യം റീപ്ലേസ്മെൻറ്റ് തെറാപ്പിക്ക് വരുന്നത് കാൽസ്യം ഗ്ലൂക്കോണേറ്റ് കോമ്പൗണ്ട്. ഗ്ലൂക്കോസിൽ നിന്നാണ് ഗ്ലൂക്കോണേറ്റ് പ്രിപ്പയർ ചെയ്യുന്നത്. അതേപോലെ തന്നെയാണ് ഇവിടെ സ്ട്രക്ചറും വന്നിരിക്കുന്നത്. കാൽസ്യം ഗ്ലൂക്കോസ്, CH2OH, CHOH, CHOH, CHOH. നോക്കിയേ 6 കാർബൺ ആണോ നോക്കിയേ. 1 2 3 4 5 ഇവിടെ ശ്രദ്ധിച്ചേ. എന്നിട്ട് അവിടെ നിന്നുള്ളൊരു ഇത് പോയിട്ട് CH2OH പോയിട്ട് അവിടെ നിന്ന് കാൽസ്യം കയറുകയാണ് ചെയ്യുന്നത്. 4 5 6 കാർബൺ. നോക്ക്, 4 കാർബൺ 1 5 ഇത് 6 കാർബൺ ആറ്റമാണ് വരുന്നത്. ഗ്ലൂക്കോസ് കാൽസ്യവുമായിട്ട് കമ്പൈൻ ചെയ്യുന്നതാണ് കാൽസ്യം ഗ്ലൂക്കോണേറ്റ് എന്ന് പറയുന്നത്. പ്രിപ്പറേഷൻ ഇമ്പോർട്ടൻ്റ് ആണ് ഇതിൻ്റെ. കാൽസ്യം ഗ്ലൂക്കോണേറ്റിൻ്റെ പ്രിപ്പറേഷൻ എന്ന് പറയുന്നത് പ്രിപ്പയർഡ് ബൈ ഗ്ലൂക്കോസിനെ ഓക്സിഡേഷൻ നടത്തിയിട്ടാണ് ഗ്ലൂക്കോണിക് ആസിഡ് പ്രിപ്പയർ ചെയ്യുന്നത്. ഗ്ലൂക്കോസിൻ്റെ ഓക്സിഡേഷനിലൂടെ ഗ്ലൂക്കോണിക് ആസിഡ് പ്രിപ്പയർ ചെയ്യുന്നു. കാൽസ്യം ഗ്ലൂക്കോണേറ്റ് ഈസ് പ്രിപ്പയർഡ് ബൈ ഓക്സിഡേഷൻ ഓഫ് ഗ്ലൂക്കോസ് ടു ഗ്ലൂക്കോണിക് ആസിഡ് ഇൻ പ്രസൻസ് ഓഫ് കാൽസ്യം കാർബണേറ്റ്. ഗ്ലൂക്കോണിക് ആസിഡും കാൽസ്യം കാർബണേറ്റും കൂടെ റിയാക്ട് ചെയ്തിട്ടാണ് കാൽസ്യം ഗ്ലൂക്കോണേറ്റ് പ്രിപ്പയർ ചെയ്യുന്നത്. അപ്പോൾ ഗ്ലൂക്കോണിക് ആസിഡ് എങ്ങനെയാണ് പ്രിപ്പയർ ചെയ്യുന്നത്? ഗ്ലൂക്കോസിൻ്റെ സ്ട്രക്ചർ ഉണ്ടല്ലോ, CH2OH, CHOH 4 ടൈംസ് CHO വരുന്നതാണ് ഗ്ലൂക്കോസ്. ആ CHO COOH ആയിട്ട് കൺവേർട്ട് ചെയ്യുമ്പോൾ ഗ്ലൂക്കോണിക് ആസിഡായി. സിമ്പിൾ. ആ ആൽഡിഹൈഡ് ആസിഡായിട്ട് കൺവേർഷൻ നടക്കുന്നു, ഓക്സിഡേഷൻ നടത്തിയിട്ട്. ഗ്ലൂക്കോണിക് ആസിഡ് കാൽസ്യം കാർബണേറ്റുമായിട്ട് റിയാക്ട് ചെയ്യുമ്പം ഇവിടെ നോക്ക് 2 മോൾസ് ഓഫ് ഗ്ലൂക്കോണിക് ആസിഡാണ്. അതാണ് ഇവിടെ ടോയ്സ് വന്നിരിക്കുന്നത്. കാൽസ്യം ഗ്ലൂക്കോണേറ്റിൻ്റെ ടോയ്സ് വന്നിരിക്കുന്നത്. പ്ലസ് കാർബൺ ഡൈ ഓക്സൈഡ് ഇവാപ്പറേറ്റ് ചെയ്യുന്നു, വാട്ടർ റിലീസ് ചെയ്യുന്നു. അതാണ് ഇവിടെ പറഞ്ഞിരിക്കുന്നത്. കാൽസ്യം ഗ്ലൂക്കോണേറ്റ് പ്രിപ്പയർഡ് ബൈ ഓക്സിഡേഷൻ ഓഫ് ഗ്ലൂക്കോസ് ടു ഗ്ലൂക്കോണിക് ആസിഡ് ഇൻ പ്രസൻസ് ഓഫ് കാൽസ്യം കാർബണേറ്റ്. ഓക്സിഡേഷൻ എങ്ങനെ ക്യാരി ചെയ്യുന്നത്? ഗ്ലൂക്കോസിനെ ഗ്ലൂക്കോണിക് ആസിഡ് ആയിട്ട് കൺവേർട്ട് ചെയ്യുന്നത് ബ്രോമിൻ വെച്ചിട്ടൊക്കെയാണ്, സോഡിയം ബ്രോമൈഡ് വെച്ചിട്ടാണ് ചെയ്യുന്നത്. പിന്നെ
ഓൾട്ടർനേറ്റ് മെത്തേഡ് എന്താണെന്ന് വെച്ചാൽ ഗ്ലൂക്കോണിക് ആസിഡ് ഫസ്റ്റ് പ്രിപ്പയർ ചെയ്യുന്നു, എന്നിട്ട് കാൽസ്യം കാർബണേറ്റ് വെച്ചിട്ട് റിയാക്ട് ചെയ്യിക്കുന്നു. അതാണ് വേറെ. അല്ലെങ്കിൽ ഒന്നിച്ച് നമുക്ക് ചെയ്യാം. ഗ്ലൂക്കോസ് ബ്രോമിനും ഒക്കെ ആഡ് ചെയ്ത് ഓക്സിഡേഷൻ നടത്തിയിട്ട് അതിൻ്റെ കൂടെ കാൽസ്യം കാർബണേറ്റ് വെച്ച് ചെയ്യുന്നു. അതാണ് ഇവിടെ പറഞ്ഞിരിക്കുന്നത്. നെക്സ്റ്റ് ഇതിൻ്റെ പ്രോപ്പർട്ടീസ്. കാൽസ്യം ഗ്ലൂക്കോണേറ്റിൻ്റെ പ്രോപ്പർട്ടീസ് ആണ് ഫിസിക്കൽ ആൻഡ് കെമിക്കൽ പ്രോപ്പർട്ടീസ് എന്ന് പറഞ്ഞാൽ. കാൽസ്യം ഗ്ലൂക്കോണേറ്റ് എന്ന് പറഞ്ഞാൽ വൈറ്റ് ക്രിസ്റ്റലൈൻ ഗ്രാനുലാർ പൗഡർ ആണ്, ടേസ്റ്റ്ലെസ് ആണ്, ഓർഡർലെസ് ആണ്, വാട്ടറിനെ ലോസ് ചെയ്യുന്നു. അതൊരു ഇമ്പോർട്ടൻ്റ് ആണ്. ഇറ്റ് ലോസസ് വാട്ടർ ഓഫ് ക്രിസ്റ്റലൈസേഷൻ, ഡീകമ്പോസസ് എബവ് 100 ഡിഗ്രി സെൽഷ്യസ്. മറ്റേതൊക്കെ വാട്ടർ അബ്സോർബ് ചെയ്യുന്നു. കാൽസ്യം ഗ്ലൂക്കോണേറ്റ് ഉള്ള വാട്ടറിനെ ലോസ് ചെയ്യുന്നു. സോലുബിളിൻ എഫ്ലോറസെന്റ് എന്ന് പറയും. വാട്ടറിനെ ലോസ് ചെയ്യുന്ന ആ ഒരു പ്രോപ്പർട്ടിയാണ്. ഒരു എക്സാമിന് ചോദിച്ചാണ് 2 മാർക്ക് ക്വസ്റ്റ്യനിൽ. റൈറ്റ് ദ കെമിക്കൽ ഓഫ് ഹൈഗ്രോസ്കോപ്പിക് കോമ്പൗണ്ടിന്റെ ഒരു പേരെഴുതുക, എഫ്ലോറസെന്റിന്റെയും പേരെഴുതുക. അപ്പോൾ കാൽസ്യം ഗ്ലൂക്കോണേറ്റ് ഈസ് ആൻ എഫ്ലോറസെന്റ്. ഇറ്റ് ലോസസ് വാട്ടർ ഫ്രം ഇറ്റ്സ് ബോഡി. ആ ഒരു ഇതിൽ നിന്ന് വാട്ടറിനെ ലോസ് ചെയ്യുന്നു. ആ ഒരു ക്രിസ്റ്റൽ ഫോമിൽ നിന്ന് ഇറ്റ് ലോസസ് ദ വാട്ടർ ഫ്രം ഇറ്റ്സ് ക്രിസ്റ്റലൈൻ നേച്ചർ. ഇറ്റ് ഈസ് സോലുബിൾ ഇൻ വാട്ടർ. എല്ലാ വാട്ടറിലും സോലുബിൾ ആണ്. മറ്റേ പോലെ തന്നെ ആൽക്കഹോളിൽ ഇൻസോലുബിൾ ആണ്. പിന്നെ ഇതിൻ്റെ അനദർ കെമിക്കൽ പ്രോപ്പർട്ടി എന്ന് പറഞ്ഞാൽ കാൽസ്യം ഗ്ലൂക്കോണേറ്റ് ഈസ് ഡീകമ്പോസ്ഡ് ബൈ മിനറൽ ആസിഡ്. കാൽസ്യം ഗ്ലൂക്കോണേറ്റ് മിനറൽ ആസിഡ് ഹൈഡ്രജൻ ക്ലോറൈഡുമായിട്ട് ഡീകമ്പോസിഷൻ നടത്തിയിട്ട് ഗ്ലൂക്കോണിക് ആസിഡിനെ നമുക്ക് തിരിച്ചു കിട്ടും. അതിനെ ഡീഹൈഡ്രേഷൻ നടത്തുമ്പോൾ, ഡീഹൈഡ്രേഷൻ മീൻസ് റിമൂവൽ ഓഫ് വാട്ടർ മോളിക്യൂൾസ് ഫ്രം ദ ഗ്ലൂക്കോണിക് ആസിഡ്, ഡി ഗ്ലൂക്കോണോ ലാക്ടോൺ കിട്ടും. അത് അതിൻ്റെ ഒരു കെമിക്കൽ പ്രോപ്പർട്ടിയാണ്. കാൽസ്യം ഗ്ലൂക്കോണേറ്റിൻ്റെ സ്ട്രക്ചർ വരയ്ക്കും. ഇത് വരച്ചേ പറ്റുള്ളൂ കേട്ടോ. 6 കാർബൺ ആറ്റം, CH2OH, CHOH 4 times, COO ടോയിസ് കാൽസ്യം, മിനറൽ ആസിഡ് ഹൈഡ്രജൻ ക്ലോറൈഡുമായിട്ട് ഗ്ലൂക്കോണിക് ആസിഡ് റിലീസ് ചെയ്യുന്നു. ആ ഗ്ലൂക്കോണിക് ആസിഡ് കാൽസ്യം ക്ലോറൈഡുമായിട്ട് റിയാക്ട് എന്ന് വെച്ചാൽ കാൽസ്യം കൂടെ കാൽസ്യം ക്ലോറൈഡ് കിട്ടുമല്ലോ. വാട്ടറിനെ റിമൂവ് ചെയ്യുന്നു. ഇതിൽ നിന്ന് വാട്ടറിനെ റിമൂവ് ചെയ്തിട്ട് എന്ന് വെച്ചാൽ CH2OH CHOH. അപ്പോൾ അടുത്ത CHOH നിന്നുള്ള O ഇവിടെ കണക്റ്റ് ആവുന്നു. CHOH ടോയിസ് ഇവിടെ ഇടയിൽ വരുന്നു. പിന്നെ COOH നിന്ന് OH പോകുന്നു. ഇവിടെ നിന്നൊരു OHും ഇവിടെ നിന്നൊരു Hും പോയിട്ട് ഒരു വാട്ടർ മോളിക്യൂൾ പോയിട്ടാണ് ഈ ഒരു ലിങ്ക് ഫോം ചെയ്യുന്നത്. സ്ട്രക്ചർ മനസ്സിലായി കാണും എന്ന് വിചാരിക്കുന്നു. CH2OH 4 CHOH 4 times അല്ലേ, അതിലൊരു CHOH ഇവിടെ എഴുതുക. എന്നിട്ടും അടുത്ത CHOH നിന്നുള്ള H പോകുന്നു. ആ ഓക്സിജൻ ആണ് ഇവിടെ. പിന്നെ എത്ര CHOH ഉണ്ട്? 2 CHOH. അതാണ് ഇവിടെ എഴുതിയിരിക്കുന്നത്. പിന്നെ COOH അല്ലേ, ആ ഒരു C ഡബിൾ ബോൺ OH ഇവിടെ നിന്ന് പോകുന്നു. അത് രണ്ടും കൂടെ കണക്റ്റ് ആവുന്നു. ഇങ്ങനെയാണ് ഇതിൻ്റെ റിയാക്ഷൻ വരുന്നത്. ഓക്കെ, അടുത്തത് അസേ. അസേ അധികം ഇമ്പോർട്ടൻ്റ് ആണ്. അസേ എന്ന് പറയുന്നത് അസേ ഓഫ് കാൽസ്യം ഗ്ലൂക്കോണേറ്റ്. കോംപ്ലക്സ് അസേ എനിക്ക് തോന്നുന്നു അനാലിസിസ് പഠിച്ചാണ്. കോംപ്ലക്സോമെട്രിക് അസേ ആണ്. ഇതിലെന്താ ചെയ്യുന്നത്? വെയ്ഡ് എമൗണ്ട് കാൽസ്യം ഗ്ലൂക്കോണേറ്റിൻ്റെ പർട്ടിക്കുലർ വെയിറ്റ് എടുത്തിട്ട് വാട്ടറിൽ ഡിസോൾവ് ചെയ്യിക്കുന്നു. അതിനകത്തോട്ട് മഗ്നീഷ്യം സൾഫേറ്റ് ആഡ് ചെയ്യുന്നു. ക്വാണ്ടിറ്റി ഓഫ് മഗ്നീഷ്യം സൾഫേറ്റും അമോണിയ സൊല്യൂഷൻ എന്ന് വെച്ചാൽ pH ഇമ്പോർട്ടൻ്റ് ആണ് കോംപ്ലക്സോമെട്രിക്കകത്ത്. അമോണിയ സൊല്യൂഷനും ആഡ് ചെയ്യുന്നു. എന്നിട്ട് ടൈട്രൻ്റ് ആയിട്ട് ബ്യൂററ്റിനകത്ത് EDTA എഥിലിൻ ഡയമീൻ ടെട്രാ അസറ്റേറ്റ്, അതാണ് EDTA എന്ന് പറയുന്നത്. അല്ലെങ്കിൽ ഡൈസോഡിയം സാൾട്ട്, അത് വേണ്ട, ഏതെങ്കിലും ഒരു പേര് പഠിച്ചു വെച്ചാൽ മതി. ഡൈസോഡിയം എഥിലിൻ ഡയമീൻ ടെട്രാ അസറ്റിക് ആസിഡ്, ഡൈസോഡിയം എഥിലിൻ ഡയമീൻ ടെട്രാ അസറ്റേറ്റ് വെച്ച് ബ്യൂററ്റിൽ എടുക്കുന്നു. ഇൻഡിക്കേറ്റർ ആയിട്ട് മോഡേൺ ബ്ലാക്ക് മിക്സ്ചറാണ് ഇൻഡിക്കേറ്റർ ആയിട്ട് എടുക്കുന്നത്. ഇതിനൊക്കെ കോംപ്ലക്സോമെട്രിയിൽ എപ്പോഴും നമ്മൾ ബ്ലാങ്ക് എന്ന് വെച്ചാൽ സാമ്പിൾ എടുക്കാതെ ഒരു ബ്ലാങ്ക് ടൈട്രേഷൻ നമ്മൾ ചെയ്യും വിത്തൗട്ട് ടേക്കിംഗ് ദ കാൽസ്യം ഗ്ലൂക്കോണേറ്റ് സാമ്പിൾ. ബാക്കിയൊക്കെ നമ്മൾ ആഡ് ചെയ്യും. മഗ്നീഷ്യം സൾഫേറ്റ് ആഡ് ചെയ്യും. ബാക്കിയൊക്കെ സെയിം പോലെ തന്നെ ആഡ് ചെയ്യും. അപ്പം വെയ്ഡ് എമൗണ്ട് ഓഫ് കാൽസ്യം ഗ്ലൂക്കോണേറ്റ് ഡിസോൾവ് ഇൻ വാം വാട്ടർ. അതിനകത്തോട്ട് മഗ്നീഷ്യം സൾഫേറ്റ് ആഡ് ചെയ്യുക, സ്ട്രോങ് അമോണിയ സൊല്യൂഷൻ ആഡ് ചെയ്യുക. മിക്സ്ചർ ഈസ് ടൈട്രേറ്റഡ് വിത്ത് M/20 EDTA. പേര് കിട്ടിയില്ലെങ്കിൽ EDTA എന്നെങ്കിലും എഴുതി വെക്കണം കേട്ടോ. EDTA എന്ന് പറയുന്നത് എഥിലീൻ, ആ പേര് തന്നെ ഉണ്ട്, എഥിലീൻ ഡയമീൻ ടെട്രാ അസറ്റിക് ആസിഡ്. അതിൻ്റെ ഡൈസോഡിയം ഡെറിവേറ്റീവ് എന്നാണ് പറയുന്നത്. അതുകൊണ്ടാണ് ഈ പേര് വന്നത്. ഡൈസോഡിയം EDTA എന്നാണ് പറയുന്നത്. ഡൈസോഡിയം EDTA, ഡൈസോഡിയം എഥിലിൻ ഡയമീൻ ടെട്രാ അസറ്റേറ്റ് വെച്ചിട്ടാണ് നമ്മൾ ടൈട്രേഷൻ നടത്തുന്നത്. മോഡേൺ ബ്ലാക്ക് ആണ് ഇൻഡിക്കേറ്റർ ആയിട്ട് യൂസ് ചെയ്യുന്നത്. സ്ട്രോങ് അമോണിയ എന്തിനാണ് ആഡ് ചെയ്യുന്നത്? pH വളരെയധികം ഇമ്പോർട്ടൻ്റ് ആണ്. ടു ഇൻക്രീസസ് ദ pH ആൻഡ് മെയിൻറ്റെയിൻ ദ pH to 10. pH 10 വേണം ഈ റിയാക്ഷൻ നടക്കാനായിട്ട്.
ബിക്കോസ് അറ്റ് ദിസ് പി എച്ച് ഉള്ളി കോംപ്ലക്സ് ഫോം ചെയ്യത്തുള്ളൂ. ഈ ഒരു കോംപ്ലക്സ് ഫോർമേഷൻ പി എച്ചിലേ വരുള്ളൂ. മഗ്നീഷ്യം എന്തിനാ ആഡ് ചെയ്യുന്നത്? ആ ഇൻഡിക്കേറ്റർ മോഡേൺ ബ്ലാക്ക് ടു ഇൻഡിക്കേറ്റർ കളർ തരാൻ വേണ്ടിയിട്ടാണ് മഗ്നീഷ്യം സൾഫേറ്റ് ആഡ് ചെയ്യുന്നത്. അല്ലെങ്കിൽ ഇൻഡിക്കേറ്റർ റെഡ് കളർ തരത്തില്ല വിത്ത് കാൽസ്യം, ബട്ട് ഒൺലി വിത്ത് മഗ്നീഷ്യം. മഗ്നീഷ്യം ആയിട്ട് മാത്രമേ റെഡ് കളർ മോഡേൺ ബ്ലാക്ക് ടു തരുന്നുള്ളൂ. അതുകൊണ്ടാണ് മഗ്നീഷ്യം ആഡ് ചെയ്യുന്നത്. ഇതൊക്കെ ഇമ്പോർട്ടൻ്റ് ആണ് കേട്ടോ. ഓരോന്നിൻ്റെയും യൂസ്, ഓരോ റിയേജൻ്റെയും ആപ്ലിക്കേഷൻ എന്താണ്. അപ്പോൾ ഫസ്റ്റ് കാൽസ്യം എന്ത് ചെയ്യും? കാൽസ്യം ഫോം കോംപ്ലക്സ് വിത്ത് EDTA ആൻഡ് ഫൈനലി മഗ്നീഷ്യം. എൻഡ് പോയിന്റ് എന്ന് പറയുന്നത് നോക്കിയേ, സ്ട്രോങ് അമോണിയ ആഡ് ചെയ്യുന്നു, pH കിട്ടാം. pH മെയിൻ്റനൻസിന് വേണ്ടിയിട്ട് അമോണിയ ആഡ് ചെയ്യുന്നു, pH 10 ആക്കുന്നു. ഈ pHയിലെ കോംപ്ലക്സേഷൻ നടക്കത്തുള്ളൂ. മഗ്നീഷ്യം ആഡ് ചെയ്യുന്നുണ്ട് ടു ഗീവ് ദ ഇൻഡിക്കേറ്റർ ആക്ഷൻ. ഇൻഡിക്കേറ്റർ കളറ് കാൽസ്യം ആയിട്ട് തരത്തില്ല, മഗ്നീഷ്യം ആയിട്ടേ തരത്തുള്ളൂ. ഫസ്റ്റ് കാൽസ്യം ഇത് EDTA സ്ട്രക്ചറാണ് കേട്ടോ. ഈ സ്ട്രക്ചർ കാണാൻ പഠിക്കണം. എഥിലീൻ CH2 ഡബിൾ ബോണ്ട് CH2 അല്ലേ എഥിലീൻ എന്ന് പറഞ്ഞാൽ. എഥിലീൻ, ഡൈയമീൻ 2 അമീൻ, ടെട്രാ അസറ്റിക് ആസിഡ് 4 അസറ്റിക് ആസിഡ്. അസറ്റിക് ആസിഡ് എങ്ങനെ വരുന്നത്? CH3COH. അപ്പൊ CH2COOH 4 അസറ്റിക് ആസിഡ് എഴുതിയിരിക്കുന്നു. അതിൽ 2 സോഡിയം, ഡൈസോഡിയം EDTA എന്നല്ലേ പേര് പറയുന്നത്. അതാണ് ഇവിടെ പറയുന്നത്, ഡൈസോഡിയം EDTA. കാൽസ്യം ആയിട്ട് എഥിലീൻ, ഡൈയമീൻ, ടെട്രാ അസറ്റിക് ആസിഡ് കോംപ്ലക്സ് ഫോർമേഷൻ വരുന്നു. ആ കോംപ്ലക്സിന്റെ സ്ട്രക്ചറാണ് നിങ്ങൾ പഠിക്കേണ്ടത്. അത് ഇമ്പോർട്ടൻ്റ് ആണ്. അപ്പോൾ എളുപ്പമാണ്, ഈ സ്ട്രക്ചർ കണ്ട് പേടിക്കേണ്ട. കാൽസ്യത്തെ നടുക്കങ്ങ് വരയ്ക്കുക. എന്നിട്ട് നിങ്ങൾ എന്ത് ചെയ്യും? ആ ഒരു EDTA സ്ട്രക്ചർ വരയ്ക്കുക. CH2 അമോണിയ, ദെൻ ആ സോഡിയം ഉള്ളത് ഇവിടെ അങ്ങ് എഴുതി വെക്കുക. CH2COONA, CH2COONA. പിന്നെ അടുത്തത് 2 OH വരുന്നില്ലേ? CH2COO. അവിടെ നിന്ന് H പോയിട്ട് ആ ഒരു H മാറിയതിനു ശേഷം ഇവിടെ ബോണ്ട് വരുന്നു. അടുത്ത CH2COOH മാറിയിട്ട് ഇവിടെ ഒരു ബോണ്ട് വരുന്നു. ഇതാണ് കാൽസ്യം EDTA കോംപ്ലക്സിന്റെ സ്ട്രക്ചർ എന്ന് പറയുന്നത്. ഇത് ഇമ്പോർട്ടൻ്റ് ആണ്. കാൽസ്യം ഗ്ലൂക്കോണേറ്റിന്റെ അസേ ചോദിക്കുന്ന ക്വസ്റ്റ്യൻ ആണ്. സോഡിയം ക്ലോറൈഡും കാൽസ്യം ഗ്ലൂക്കോണേറ്റും 5 മാർക്സിന് എടുത്ത് ചോദിക്കുന്ന ക്വസ്റ്റ്യൻസ് ആണ്. കാൽസ്യം, എഥിലീൻ, ഡൈയമീൻ, ഡൈസോഡിയം EDTA ആയിട്ട് കോംപ്ലക്സ് ഫോം ചെയ്യുന്നത്. സ്ട്രക്ചർ വരച്ച് പഠിച്ചേ പറ്റുള്ളൂ. കാൽസ്യം സെൻറ്ററിൽ വരയ്ക്കുക. എഥിലീൻ, ഡൈയമീൻ, ടെട്രാസെറ്റിക് ആസിഡ് സ്ട്രക്ചർ വെച്ചിട്ട് COOHൽ H-ആയിട്ടാണ് ഇവിടെ കണക്ഷൻസ് വരുന്നത്. ദെൻ ഇതിന്റെ സ്റ്റോറേജ് വെൽ ക്ലോസ്ഡ് കണ്ടെയ്നർ ആണ്. ഇറ്റ് ഈസ് എ ഇലക്ട്രോലൈറ്റ് റീപ്ലെനിഷർ ആണ്. ഇതാണ് ഇവിടെ വരുന്നത്. ഇതാണ് ഇലക്ട്രോലൈറ്റ് റീപ്ലേസ്മെന്റ് തെറാപ്പിയിൽ വരുന്നത്. അടുത്തത് ORS. ORS എന്ന് പറയുന്നത് നിങ്ങൾക്ക് കേട്ടിട്ടുണ്ടായിരിക്കും. 5 മാർക്ക് ക്വസ്റ്റ്യൻ ആണ്. ഓറൽ റീഹൈഡ്രേഷൻ സാൾട്ട് ആണ് ORS എന്ന് പറയുന്നത്. ഓറൽ പൗഡർ ആണ്. അതിനകത്ത് ഗ്ലൂക്കോസ്, സോഡിയം ക്ലോറൈഡ്, പൊട്ടാസ്യം ക്ലോറൈഡ്, സോഡിയം സിട്രേറ്റ് ഒക്കെ ഉണ്ട്. നിങ്ങൾ കണ്ടിട്ടുണ്ട്. ORS എന്ത് ചെയ്യും? നമ്മൾ ഒരു പർട്ടിക്കുലർ വാട്ടറിൽ ഡിസോൾവ് ചെയ്തിട്ട് ഡയറിയയ്ക്കും അതേപോലെ തന്നെ ഡീഹൈഡ്രേഷനുമാണ് യൂസ് ചെയ്യുന്നത്. ORSും സിങ്കും കൂടെ കമ്പൈൻ ചെയ്താണ് WHO യൂണിസെഫ് പറയുന്നത്. അഡ്വാൻറ്റേജസ് എന്താണ്? ORS യൂസ് ചെയ്യുന്നത് വെരി ചീപ്പാണ് അല്ലേ, വില കുറവല്ലേ. അതേപോലെ IV ആയിട്ട് മച്ച് ചീപ്പർ ദാൻ IV-യെക്കാട്ടിലും ഓറലി നമുക്ക് അഡ്മിനിസ്റ്റർ ചെയ്യാം. എക്സ്പെർട്ടൈസേഷൻ ഒന്നും വേണ്ട. നമുക്ക് വായിലൂടെ ഡയറക്റ്റ് ആയിട്ട് കൊടുക്കാം. ആർക്ക് വേണമെങ്കിലും കൊടുക്കാം ORS. സൊല്യൂഷൻ സ്റ്റെറൈൽ ആവണമെന്നില്ലേ, നമ്മൾ ജസ്റ്റ് തിളപ്പിച്ച വെള്ളത്തിലല്ലേ കലക്കി കുടിക്കുന്നത്. വാട്ടർ ഫോർ ഇഞ്ചക്ഷൻ്റെ ഒന്നും ആവശ്യമില്ല. വോമിറ്റിംഗ് പെട്ടെന്ന് നമുക്കത് കറക്റ്റ് ചെയ്യാൻ പറ്റും. പേഷ്യൻസ് സ്ട്രോങ് ഇനഫ് ടു ഡ്രിങ്ക് ടേക്ക് ദിസ് ഈസിലി. പേഷ്യൻസ് ഇത് കഴിച്ചു കഴിഞ്ഞാൽ സ്ട്രോങ് ആവും ഇല്ലേ, ORS കഴിച്ചു കഴിഞ്ഞാൽ. ദെൻ ഈ ഫോമുല കാണാതെ പഠിക്കണം. WHO ഒരു ഫോമുല പറയുന്നുണ്ട് ORSനകത്ത്. ഇത് കാണാതെ പഠിച്ചേ പറ്റുള്ളൂ. ഈ വെയിറ്റ് കേട്ടോ, വൈവയ്ക്കൊക്കെ ഇത് ചോദിക്കുന്നതാണ്. സോഡിയം ക്ലോറൈഡ് 3.5 ഗ്രാം, പൊട്ടാസ്യം ORSലുള്ള കണ്ടന്റ് ആണ്. പൊട്ടാസ്യം ക്ലോറൈഡ് 1.5 ഗ്രാം, സോഡിയം ബൈകാർബണേറ്റ് 2.5 ഗ്രാം, ഗ്ലൂക്കോസ് 20 ഗ്രാം, ബോയിൽഡ് വാട്ടർ 100 ml. ഇത്രയാണ് ORSന്റെ WHO വേൾഡ് ഹെൽത്ത് ഓർഗനൈസേഷൻ പറയുന്ന ORT ഓറൽ റീഹൈഡ്രേഷൻ തെറാപ്പിയിലുള്ള കണ്ടന്റിന്റെ വോളിയം എമൗണ്ട് എന്ന് പറയുന്നത് ഇത്രയാണ്. പിന്നെ ഇതിന്റെ മില്ലി ഇക്വലന്റിലാണ് ഈ വെയിറ്റ് താഴെ പറഞ്ഞിട്ടുണ്ട്, അതും പഠിക്കുക. ഇത് ഓരോന്നിനകത്ത് സോഡിയം ഇത്ര മില്ലി ഇക്വലന്റ് പെർ ലിറ്റർ, പൊട്ടാസ്യം ഇത്ര, ക്ലോറൈഡ് ഇത്ര, ബൈകാർബണേറ്റ് ഇത്ര. ഇതാണ് ഇതിന്റെ WHO പറയുന്ന വെയിറ്റ് എന്ന് പറയുന്നത്. ഇത് തന്നെ അനദർ സോഡിയം സിട്രേറ്റിന് പകരം സോഡിയം ബൈകാർബണേറ്റിന് പകരം സോഡിയം സിട്രേറ്റ് വെച്ചുള്ളതാണ് ഈ വെയിറ്റും. ഇതും കാണാതെ പഠിക്കണം. അതേപോലെ ഇതിന്റെ ഡോസേജ് എന്ന് പറയുന്നത് ഇത്രയാണ് എന്നുള്ളതും ഏജിനെയും ഡീഹൈഡ്രേഷൻ ലെവലും അനുസരിച്ചാണ് ഡോസേജ് പറയുന്നത്. ഓക്കെ, ഇത്രയേ ഉള്ളൂ കേട്ടോ. ഇത്രയും ഉള്ളൂ വീഡിയോ. ഓക്കെ, താങ്ക് യു.